ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ഇന്നലെ അർദ്ധരാത്രി അനീഷും അനുമോളും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അനുമോള് തന്റെ ഫാമിലിയെ കുറിച്ചും തന്റെ സ്കൂൾ പ്രണയമെല്ലാം അനീഷിന്റെ അടുത്തായിട്ട് തുറന്നു പറയും. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് അനീഷിനോട് ചോദിക്കും, അനീഷേന്റെ ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ അനീഷിന് അവിടെ ചിരി വരും. അനീഷ് പറയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അനു ചോദിക്കും, എപ്പോ കിട്ടി, പറ, എന്ന സ്റ്റോറി പറ, സ്കൂളിൽ പഠിക്കുമ്പോഴാണ് കിട്ടിയത് അനീഷേട്ടാ, ഫുൾ സ്റ്റോറി പറ എന്നെല്ലാം പറയുമ്പോൾ അനീഷിന് അവിടെ ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അനീഷയുടെ സ്റ്റോറി പറഞ്ഞു കൊടുക്കും. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടി തനിക്ക് ലവ് ലെറ്റർ തന്നു. ഇടുക്കിയിലുള്ള ഒരു കുട്ടിയായിരുന്നു. ഡിസംബറിലാണ് എനിക്ക് ലവ് ലെറ്റർ കിട്ടിയത്. പിന്നെ പതിയെ എനിക്കും ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്, അവള് വരുന്നുണ്ടോന്നൊക്കെ ഞാനിങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ അനു ചോദിക്കും, എത്ര കാലം നീണ്ടു നിന്നു നിങ്ങളുടെ പ്രണയം? അപ്പോൾ അനീഷ് പറയും, 1.5 മാസം നീണ്ടു നിന്നിട്ടേ ഉള്ളൂ. പിന്നെ അവൾ ഇടുക്കിയിലേക്ക് പോയി. പിന്നെ ആ റിലേഷൻ അവിടെ ക്ലോസ് ആയി. ഇപ്പോൾ അവൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ അനീഷ് പറയാണ്. അപ്പോൾ അനു ചോദിക്കുന്നുണ്ട്, അപ്പോൾ ചേട്ടന്റെ വിഷമമായില്ലേ? അപ്പോൾ അനീഷ് പറയും, വിഷമമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് അങ്ങനെ പോയി. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് അനീഷ് 2ാമത്തെ ലവ് സ്റ്റോറി പറയുന്നുണ്ട്. അത് പറയുമ്പോൾ ആദിൽ അങ്ങോട്ട് വരും. എന്നിട്ട് ആദിൽ ചോദിക്കും, പേഴ്സണൽ ടോക്ക് ആണോ അനീഷേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയും, അതെ. ഓ, അനീഷേട്ട നമ്മളോടൊന്നും പറയില്ല എന്നെല്ലാം ആദില പറയുമ്പോൾ അനീഷ് അവിടെ നിന്ന് ആദില എങ്ങനെയെങ്കിലും പായിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. ആദില, എനിക്ക് കുറച്ച് വെള്ളം എടുത്തു തരുമോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ നിന്ന് ആദിലെ പായിപ്പിക്കും. അതിനുശേഷം അനീഷ് 2ാമത്തെ ലവ് സ്റ്റോറി അനുവിന് പറഞ്ഞു കൊടുക്കും. 2ാമത്തെ പെൺകുട്ടി അനീഷിന്റെ നാട്ടുകാരിയായിരുന്നു. അനീഷിന് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാം, എനിക്ക് വിവാഹാലോചന എല്ലാം നോക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവൾ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അനു ചോദിക്കും, എന്നിട്ട് ചേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞോ? അപ്പോൾ അനീഷ് പറയും, ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തു. എനിക്ക് പ്രായം കുറവാണ്, എന്നെ പഠിപ്പിച്ച അധ്യാപകന്റെ മകളാണ്, എന്റെ നാട്ടുകാരിയാണ് എന്നെല്ലാം ചിന്തിച്ചപ്പോൾ ഞാൻ അവിടെ നോ പറഞ്ഞു. അപ്പൊ അനു പറയും, എന്തിനാ ഇതിനൊക്കെ നാട്ടുകാരെ പേടിക്കുന്നത്? ഇപ്പൊ ചേട്ടന് കുറ്റബോധമില്ലേ? അപ്പോൾ അനീഷ് പറയും, എനിക്ക് നല്ല കുറ്റബോധമുണ്ട്, എനിക്ക് നല്ല വിഷമമുണ്ട് അത് റിജക്ട് ചെയ്തതിൽ എന്നെല്ലാം പറയുന്ന അനീഷിനെല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. അനീഷ് അനുമോളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഒരു പക്ഷേ ഷാനവാസ് കഴിഞ്ഞാൽ അനീഷിന് കൂടുതൽ കമ്പനി അനുമോളുമായിട്ടായിരിക്കും. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.